നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിനിമയിലെ നടനെയാണ്. ഈ നടൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇദ്ദേഹം കാലുകൊണ്ടല്ല ഫുട്ബോൾ കളിക്കുന്നത്, ഇദ്ദേഹം കൈകൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു വ്യത്യസ്തത ഫീൽ ചെയ്യും. ആ വ്യത്യസ്തത തന്നെയാണ് അലി എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മുടെ കൊടുവള്ളി സ്വദേശിയായിട്ടുള്ള ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയാണ് അലി എന്ന് പറഞ്ഞ സിനിമ. ഗഫൂർ ഖാൻ, പുതിയ സിനിമ അപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. അലി എന്നാണ് സിനിമയുടെ പേര്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ 2 ദിവസം ആയിട്ട് സിനിമ ലോഡാണ്, ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അത് കണ്ട എല്ലാവരും പറഞ്ഞത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതലാണ് ഈ പടം എന്നാണ്. അപ്പോൾ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇക്കയുടെ കാലിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇക്ക കൈകൊണ്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ട് നമ്മൾ പത്രത്തിലൂടെയും ടി വിയിലൂടെയൊക്കെ ഇക്കനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിലൂടെ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്? ഈ എന്താ പറയുക, ഈ സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത ഞാൻ, എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളാണ് സിക്കന്ദർ എന്ന ആൾ, സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഫുട്ബോളിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്? ഇപ്പോൾ ഫുട്ബോളിൽ കളിക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഒരു വ്യത്യസ്തനായിട്ടുള്ള വ്യക്തിയാണ്. വ്യത്യസ്തനായിട്ടുള്ള വ്യക്തി എന്ന് മീഡിയകളൊക്കെ എൻ്റെ അരികത്ത് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഞാൻ ഒരു സാധാരണഗതിയിൽ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കാലുകൊണ്ടാണ് ഫുട്ബോൾ കളിക്കുക. ഫുട്ബോൾ എന്നുള്ള പേര് തന്നെ അങ്ങനെയാണ്. അപ്പോൾ അത് കൈകൊണ്ട് കളിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തനായിട്ട് മാറുകയായിരുന്നു. അതെ. പിന്നെ എത്രാമത്തെ വയസ്സ് തൊട്ടാണ് ഈ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഈ അലി എന്ന് പറഞ്ഞ സിനിമ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ്. ആ, ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ്. താങ്കളുടെ തന്നെ ജീവിതമാണ്. അതെ. അപ്പോൾ ഇനി നമുക്ക് ഡയറക്ടറോട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ, അലി എന്ന് പറഞ്ഞ ഒരു സിനിമ എടുക്കാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ഞാൻ ഒരു 10 വർഷം 10 വർഷത്തിന് മുമ്പ്, ഒരു 2007 മനോരമയിൽ വന്ന ഒരു വരാന്ത പതിപ്പിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ഫീച്ചർ വന്ന്. അതിന് മുമ്പ് പരിചയമില്ല. പക്ഷെ എൻ്റെ നാട്ടുകാരനാണ്, ഒരു 5 കിലോമീറ്റർ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഫീച്ചർ വായിച്ചപ്പോൾ ഒരു അസാധാരണത തോന്നി. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇങ്ങനെ ശാരീരിക പരിമിതിയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ അതിൽ വല്ലാത്തൊരു വ്യത്യസ്തത തോന്നി. അപ്പോൾ ഞാനാണെങ്കിൽ സിനിമ എന്ന് പറയുന്നതിനെ മോഹിച്ചെടുക്കുന്നൊരു ആളായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം സിനിമ ആക്കണം എന്ന് തോന്നി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണോ സിനിമയ്ക്ക് വേണ്ടി കഥയാക്കി എടുത്തിട്ടുള്ളത്? ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ജീവ സാഹചര്യങ്ങളും പിന്നെ എനിക്ക് പരിചയമുള്ള കുറേ ആളുകളുണ്ട്. അവരുടെ എന്താ പറയുക ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും നിരാശപ്പെട്ട് കഴിഞ്ഞ് അങ്ങനെയുള്ള ആളുകളുണ്ട്, ഒരുപാട് പേരെ പരിചയമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, അവരെ സ്വന്തം കഴിവ് തിരിച്ചറിയുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പരിമിതി എന്താ വെച്ചാൽ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന് പരിമിതിനപ്പുറത്തേക്ക് കടന്നു. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം, അപ്പോൾ ഈ സംഭവം കണക്ട് ചെയ്യിച്ച് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി എനിക്ക് പരിചയമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി സ്ക്രിപ്റ്റ് എഴുതി സിനിമ ചെയ്തു. പിന്നെ ഗഫൂർക്ക, ഈ സിനിമ ഇപ്പോൾ പുറത്തു വന്നു, അപ്പോൾ ആളുകൾ കണ്ടു തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഗഫൂർക്ക ഒരു കളിക്കാരനായിട്ട് എല്ലാവർക്കും അറിയാം, ഒരു നടനായിട്ട് എങ്ങനെ വിലയിരുത്തുന്നുണ്ട് ആളുകൾ? അവരിപ്പോഴും എന്നെ ഒരു കളിക്കാരനായിട്ട് തന്നെ വിലയിരുത്തുന്നത്. അതിലൂടെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് സിനിമ എന്ന് മാത്രം. അത് എങ്ങനെ സിനിമ എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് അഭിനയിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്ന ആളുകൾ? അവർ പറഞ്ഞത് പിന്നെ നീ എങ്ങനെ ഈ അഭിനയം പഠിച്ചു എന്നാണ് അവരെന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം ഒന്നും ഞാൻ അഭിനയിച്ചില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ അഭിനയിക്കുന്നത്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞാൻ ഡയറക്ടർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തിപ്പോൾ ഫുട്ബോൾ കുറേ രംഗങ്ങളുണ്ട്. അതെ, ആണ്ടുണ്ട്. ഫുട്ബോൾ കളിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്? അതായത് ഇപ്പോൾ എല്ലാവരും കാലുകൊണ്ട് കളിക്കുന്ന സമയത്ത്
നമ്മൾ കൈകൊണ്ട് കളിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇല്ല, ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. പ്രൊഫഷണലായിട്ട് കളിക്കാറുണ്ട്. പിന്നെ എന്താണ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലി എന്താണ്? ഞാനിപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ച് ഓടിക്കുന്നുണ്ട്. അതും ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പേ ഫാമായി, കോഴി ഫാമാണ് നടത്തി. അതിനുശേഷമാണ് ഞാൻ ഓട്ടോറിക്ഷയിലേക്ക് വന്നത്. അപ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അവരെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ എത്താൻ കാരണം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിനും. അവരൊക്കെയാണ് എന്നെ പിന്നെ കളിക്കാൻ കൊണ്ടുപോകുന്നതും സിനിമക്ക് പോകണതും വേറെ ടൂറ് പോണ ഇതൊക്കെ എല്ലാം അവർ തന്നെയാണ്. അവർ തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഈ സിനിമ കാണാത്തവരായിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു സിനിമ വലിയ തോതിലൊരു വൈഡ് റിലീസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ചെറിയ തോതിലാണ് റിലീസും കാര്യങ്ങളൊക്കെ, വലിയ താരനിരയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അതായത് ഒരു തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരോട് എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ എന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷനാണ്, എല്ലാവർക്കും ഒരു പ്രചോദനം. അപ്പോൾ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും. ഒരു വിശ്വാസം. കാരണം ഇത് കണ്ട പ്രേക്ഷകർ നമ്മോട് സംസാരിച്ചത് അത് തന്നെയാണ്. അപ്പം അലി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അലി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഗഫൂർക്കായുടെ സിനിമയാണ്. ഗഫൂർക്കായ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ സിനിമ വിജയിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ്. കാരണം ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു വലിയ കലാകാരൻ എന്നും വിളിക്കുക, അതുപോലെ തന്നെ വലിയൊരു കായിക താരം എന്നും നമുക്ക് വിളിക്കാൻ സാധിക്കും. നമുക്കൊക്കെ ഒരുപാട് കഴിവുകൾ തന്നിട്ടും അല്ലെങ്കിൽ എല്ലാം തന്നിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു തീർത്തിരിക്കുകയാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. ആ ഒരു അംഗീകാരം നമ്മൾ കൊടുക്കേണ്ടത് തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. തിയേറ്ററിൻ്റെ അകത്ത് നിങ്ങൾ വരുമ്പോൾ മാത്രമേ ഒരു സിനിമ സക്സസ് ആയിട്ട് ഓടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗഫൂർക്ക, സിനിമ ഏതായാലും വിജയിക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ കളിക്കളത്തിലും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, നിങ്ങളെ സപ്പോർട്ടും അത്യാവശ്യം.